ഒരു പക്ഷേ റെയിൽവേയിലല്ല കിട്ടിയത്, എന്തിലേക്ക് പോകണം എന്നായിരുന്നു ആഗ്രഹം? ഞാൻ പോലീസ് ജോലിക്ക് വേണ്ടിയിട്ടാണ് ആക്ച്വലി പഠിച്ചത്. എനിക്ക് ആ യൂണിഫോമിനോട് എന്തോ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. അത് എന്താ കാര്യമെന്ന് എനിക്കറിയില്ല. ഞാൻ ഈ സുരേഷ് ഗോപി സാറിൻ്റെ ഫിലിംസ് ഒക്കെ ഒരുപാട് എപ്പോഴും കണ്ട് അങ്ങനെ ആ ഒരു യൂണിഫോമിനോട് ഒരു ഇഷ്ടം ഉണ്ടായതായിരിക്കാം. വാണി വിശ്വനാഥൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു, അതുകൊണ്ടായിരിക്കാം. അതുകൊണ്ട് എനിക്ക് പോലീസ് വേണമെന്ന് പറഞ്ഞിട്ട്, പക്ഷെ ഞാൻ ലിസ്റ്റിലൊക്കെ വന്നായിരുന്നു. ഫിസിക്കലി ഞാൻ ഔട്ടായിപ്പോയി, എനിക്ക് കിട്ടിയില്ല. ആ ഒരു സമയം ഉണ്ടല്ലോ, നമ്മൾ ഇത്രയും ഇതിലെത്തിയിട്ട് നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ബ്രേക്ക് ആവാന്നുള്ള ഭയങ്കര വിഷമമായിരുന്നു. ഒത്തിരി നാൾ കരഞ്ഞു. പിന്നെ ഞാൻ റെയിൽവേ കിട്ടിയപ്പോഴത്തേന് എല്ലാവരും പറഞ്ഞു ഇത് മതി, സേഫ് ആണ്, അടിപൊളി ജോലിയാണ്. പിന്നെ പുസ്തകം അങ്ങ് പതുക്കെ മടക്കി. അപ്പം ഇനിയിപ്പം റെയിൽവേയുമായിട്ട് അങ്ങനെ യോജിച്ച് പോകുന്നുണ്ട്. ശരിക്കും എങ്ങനെയാണ് ആ വർക്കിംഗ് ടൈം? ഇപ്പം എല്ലാവരും റെയിൽവേയിലല്ലേ ഭയങ്കര സുഖമാണ്, അങ്ങനെ അല്ലാതെ ചേച്ചി ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. ശരിക്കും എങ്ങനെയാണ് ആ ജോലി? റെയിൽവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പം ഗേറ്റ് കീപ്പറാ. അപ്പം ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലുള്ള ജോലികളാണ്. നൈറ്റ് ഡ്യൂട്ടി വരും. അപ്പം ഈ നൈറ്റ് ഡ്യൂട്ടിയിലൊക്കെ തനിയുള്ള ജോബാണ്. അപ്പം നമുക്ക് അതിൻ്റെതായ എന്ത് പ്രശ്നം വേണേലും നമ്മളിലേക്ക് എത്താം.